ഇനി ഫ്രെഡറിക് ഫ്രോബൽ ഒരേ സമയം തന്നെ എന്താണ് പ്രകൃതിവാദിയുമായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ആദർശവാദിയുമായിരുന്നു. അപ്പൊ അന്തിമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മസാക്ഷാത്കാരം. താരാഭായ് മോദക്കാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമ്മൾ ഇന്ന് കുറച്ച് പ്രീ പ്രൈമറിയിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നോക്കുന്നത്. അപ്പൊ മിക്കവാറും എന്തായാലും ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എക്സാം ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഒരു 5 വർഷം മുന്നേ തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചേഞ്ച് എന്തൊക്കെയാണ്, ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്നത്, ആ ഒരു ഏരിയയുടെ മിക്കവാറും തന്നെ ചോദിച്ചേക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻസുകളുടെ ലെവൽ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നോക്കിക്കോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1835 മെക്കാളയുടെ മീൻസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക. ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക. ഓപ്ഷൻ സി, ഇന്ത്യക്കാരുടെ ഇടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണം. ഇന്ത്യയുടെയും അറേബ്യയുടെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? യോജിക്കാത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏതാണ്? 1835 മെക്കാളയുടെ മീൻസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ പറഞ്ഞതിൽ യോജിക്കാത്തത് ഏതായിരിക്കും? ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ മാതൃഭാഷയിലാക്കുകയുള്ളതാണോ? അല്ല, ഇംഗ്ലീഷ് ഭാഷയിലാക്കുക. ഇംഗ്ലീഷ് ആണ് ആധുനിക വിജ്ഞാനത്തിന്റെ താക്കോൽ എന്നാണ് മെക്കാളെ മീൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഓർക്കുക, ഇംഗ്ലീഷ് എന്നുള്ളത് ആധുനിക വിജ്ഞാനത്തിന്റെ താക്കോൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ആ ഒരു പഠനവുമായി ബന്ധപ്പെട്ട പഠന മാധ്യമം ഇംഗ്ലീഷിലായിരിക്കണം എന്നാണ് മെക്കാളെ മീൻസിന്റെ ആ ഒരു ശുപാർശ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്ത് 1845 നമ്മുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ട് പ്രഖ്യാപിച്ചു. പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഓർക്കുക, ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക എന്നുള്ളതല്ല, എന്താണ്, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് മെക്കാളെ മീൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഫ്രെഡറിക് അഗസ്റ്റസ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ്? ആശയവാദം, പ്രായോഗികവാദം, പ്രകൃതിവാദം, മാനവികവാദം. ഏതായിരിക്കാം? പ്രകൃതിവാദമാണ്. പ്രാഗ്മാറ്റിസ്റ്റ് ആണ് ആര്? ഫ്രെഡറിക് അഗസ്റ്റസ് ഫ്രോബൽ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. പ്രാഗ്മാറ്റിസ്റ്റ് ആണ്, അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോളാം. ഫ്രെഡറിക് അഗസ്റ്റസ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ യഥാർത്ഥവാദം, ഓപ്ഷൻ ബി പ്രായോഗികവാദം, ഓപ്ഷൻ സി പ്രകൃതിവാദം, ഓപ്ഷൻ ഡി മാനവികതാവാദം. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്, പ്രകൃതിവാദം. ഇനി ഫ്രെഡറിക് ഫ്രോബൽ ഒരേ സമയം തന്നെ എന്താണ് പ്രകൃതിവാദിയുമായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ആദർശവാദിയുമായിരുന്നു, അത് ഓർക്കുക. ഇനി അതുപോലെ തന്നെ ഫ്രെഡറിക് ഫ്രോബലിനെ പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് കിൻഡർ ഗാർഡൻ ആണ് അല്ലെ. കിൻഡർ ഗാർഡന്റെ വക്താവ് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഫ്രെഡറിക് ഫ്രോബൽ ആണ്. ഇനി അതുപോലെ തന്നെ കിൻഡർ ഗാർഡന്റെ അർത്ഥം നമുക്കറിയാം, കുട്ടികളുടെ പൂന്തോട്ടം. അല്ലെ. ഇനി അതുപോലെ തന്നെ കളിക്ക് പ്രാധാന്യം കൊടുത്ത കുട്ടികൾക്ക് എന്താണ്? കളിച്ചു പഠിക്കുക. അതുപോലെ തന്നെ സമ്മാനം.
ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തത് ആരാണ്? ഫ്രെഡറിക് ഫ്രോബൽ ആണ്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് പോകണം. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രെഡറിക് അഗസ്റ്റസ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രകൃതിവാദം, ഒരേ സമയം തന്നെ ആദർശവാദം ഓർ ആശയവാദത്തിന്റെ വക്താവായിരുന്നു ആര്? ഫ്രെഡറിക് അഗസ്റ്റസ് ഫ്രോബൽ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു തത്വചിന്തകരെ പറ്റി പഠിക്കും. അത് ഏത് സിദ്ധാന്തത്തിന്റെ വക്താവാണ് എന്ന് കൂടി പഠിച്ചു വെക്കുക. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യൻ രണ്ട് ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ്. ഒരെണ്ണം ബാഹ്യമാണ്, ഒരെണ്ണം ആന്തരികമായ മാനവശേഷികളെ സംസ്കരിച്ചെടുക്കലാണ്. വിദ്യാഭ്യാസം ഇത് ആരുടെ ആശയമാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി അരവിന്ദോ, ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കിക്കേ, മനുഷ്യൻ രണ്ട് ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം ബാഹ്യമാണ്, ഒരെണ്ണം ആന്തരികമായ മാനവശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കാം? ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് കൂടി ഉൾപ്പെടുത്തി പഠിക്കുക. അപ്പൊ മഹാത്മാഗാന്ധി ആയാലും അതുപോലെ തന്നെ വിവേകാനന്ദനായാലും രവീന്ദ്രനാഥ ടാഗോർ ഒക്കെ ആയാലും വിദ്യാഭ്യാസത്തിനെ പറ്റി ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ അടക്കം നിങ്ങൾ പഠിക്കണം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിജിയുടെ വാക്യങ്ങൾ ഏത്? നോക്കിക്കോളുക. ഓപ്ഷൻ എ അപകടകരമായ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ ശാന്തമായ അടിമത്തത്തെക്കാൾ വിലമതിക്കുന്നത്. ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ നന്മകളോടും കൂടിയാണ് ജനിക്കുന്നത്. സമൂഹമാണ് അവരെ ചീത്തയാക്കുന്നത്. ഓപ്ഷൻ സി വിദ്യാഭ്യാസത്തിന്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ഓപ്ഷൻ ഡി ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹ പോലെയാണ് ഈ ഭൗതിക ലോകം. ഏതാണ്? ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വേർഡ് ആണ് അല്ലെ. എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ അന്തിമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മസാക്ഷാത്കാരമാണ്. അത് ഫേമസ് ആയിട്ടുള്ള ഗാന്ധിജിയുടെ വേർഡാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. അപ്പൊ അന്തിമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മസാക്ഷാത്കാരം. അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വാർധാ പദ്ധതി അല്ലെ. വാർധാ പദ്ധതി അത് ആരുടെയാണ്? മഹാത്മാഗാന്ധിജിയുടെയാണ്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഇനി മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അത് കറക്റ്റ് ആയിട്ട് മഹാത്മാഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏത് ദാർശനികനാണ് എന്നടക്കം നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. വ്യക്തി വ്യത്യാസം പരിപൂർണമാകുന്നത് സമൂഹ ജീവിതത്തിലെ സജീവ പ്രവർത്തനം കൊണ്ടാണെന്ന് പറഞ്ഞത് ആര് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ സി അരവിന്ദ ഘോഷ്, ഓപ്ഷൻ ഡി ജോൺ ലോക്ക്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വ്യക്തി വികാസം പരിപൂർണമാകുന്നത് സമൂഹ ജീവിതത്തിലെ സജീവ പ്രവർത്തനം കൊണ്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓർക്കുക, രവീന്ദ്രനാഥ ടാഗോർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ പ്രീ പ്രൈമറിയിലൊക്കെ പഠിച്ചു പോകേണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പറ്റി പഠിക്കുമ്പോൾ കുറച്ച് ഇയർ കൂടി നിങ്ങൾ പഠിച്ചു, കുറച്ച് സംഭവങ്ങൾ കൂടി പഠിച്ചു വെക്കണം. 1901 അദ്ദേഹം എന്ത് ചെയ്തത്? ശാന്തി നികേതൻ സ്ഥാപിച്ചത്. ശാന്തി നികേതൻ സ്ഥാപിച്ചത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ഇനി അതുപോലെ തന്നെ 1913 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. അതുപോലെ തന്നെ 1921 ആരുടെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഓർക്കണം. 1921 വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ഇനി ഈ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചത് 1951 അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. 1951 വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയി സ്ഥാപിച്ചത്, നിയമിച്ചത്. കറക്റ്റ് ആയിട്ട് ഓർക്കുക. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. ഇയർ കറക്റ്റ് ആയിട്ട് ഓർക്കുക. 1901 ശാന്തി നികേതൻ സ്ഥാപിച്ചത്. 1913 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. അതുപോലെ 1921 വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. അത് 1951 അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയി മാറി. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയി അംഗീകാരം കിട്ടി. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ആ ഒരു ഇയർ കറക്റ്റ് ആയിട്ട് ഓർക്കുക. അപ്പൊ ഇനി നോക്കിക്കോളാം. അപ്പൊ നമ്മൾ പ്രീ പ്രൈമറിയുടെ ഫിലോസഫി വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇതിനു മുന്നേ വന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ നിങ്ങൾ ഇതിനകം ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഒരു ആപ്ലിക്കേഷൻ ലെവൽ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് മിക്കവാറും തന്നെ പ്രീ പ്രൈമറിയിൽ ഫിലോസഫി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഓർത്ത് വയ്ക്കണം നിങ്ങൾ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ
ആ ഒരു മിക്കവാറും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളായിരിക്കും. ഇനി അതുപോലെ തന്നെ ഓരോ വ്യക്തികളും ഏതെല്ലാം ആ ഒരു വിദ്യാഭ്യാസ ദർശനത്തിന്റെ വക്താവാണെന്ന് പഠിക്കണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്കറിയാം ഓഗസ്റ്റിൽ പരീക്ഷ ഉണ്ടാവും. നഴ്സറി ടീച്ചർ പ്രീ പ്രൈമറി ടീച്ചറിന്റെ പരീക്ഷ ഉണ്ടാകും. നമുക്ക് നോട്ടിഫിക്കേഷൻ 2 നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നതിൽ നിന്നുള്ള എക്സാംസുകളാണ് നടക്കുന്നത്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്തവരുണ്ടാകും, അപ്ലൈ ചെയ്യാതെ ജോയിൻ ചെയ്യാതെ ഇനിയും പഠിക്കാതെ ഇരിക്കുന്നവരുണ്ടാകും മിക്കവാറും തന്നെ, ഓഗസ്റ്റിലാണല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി സമയമില്ല, കാരണം ഒരു ഏപ്രിലായി, ഇനി അതുപോലെ തന്നെ മെയ്, ജൂൺ, ജൂലൈ ഒക്കെ കഴിയുമ്പോഴത്തേനും എന്താണ് ആ ഒരു 2-3 മാസമേ നമുക്ക് കറക്റ്റ് ആ ഒരു ടൈം ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ല സമയമാണ്, വളരെ നല്ല സമയമാണ്. നമുക്കൊരു 3 മാസം കൊണ്ട് 3-4 മാസം കൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക്സുകൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് കവർ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അത്ര എളുപ്പമുള്ള ഒരു സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മളെ ഒത്തിരി കുഴപ്പിക്കുന്ന ഒരു സിലബസും ഒന്നും അല്ല, എക്സാം ഒന്നും ആയിരിക്കില്ല. ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളെ കുഴപ്പിക്കുന്ന മാത്സോ അതുപോലെ തന്നെ മലയാളം ഗ്രാമറുകളോ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറുകളോ ഒന്നും തന്നെ ആ ഒരു എക്സാംസിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രീ പ്രൈമറിയിൽ നിങ്ങൾക്ക് അറിയാം കുറച്ച് ഫിലോസഫി, സൈക്കോളജി, അതുപോലെ തന്നെ ആ ഒരു നഴ്സറിയുമായി ബന്ധപ്പെട്ട കുറച്ച് ശിശുക്കളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, കുറച്ച് ആ ഒരു GK ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ആ ഒരു പ്രീ പ്രൈമറി എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്ന കൺഫ്യൂഷനിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാതെ പലരിലും ജോയിൻ ചെയ്യാതിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആ ഒരു പ്രീ പ്രൈമറി ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ആ ഒരു ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ താഴെ PDF നോട്ട്സ് ഉണ്ടാകും. ഫുള്ളി സിലബസ് കവർ ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉള്ളത്. അതുപോലെ തന്നെ PDF നോട്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ എക്സാംസുകൾ ഉണ്ടാകും. വിത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അടക്കമാണ് നിങ്ങൾ അവിടെ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചേഞ്ച് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പുതിയതായി ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാകും. ആ ഒരു മെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ടെക്നിക്കൽ സപ്പോർട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് തരുന്നത്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുക എല്ലാവരും. അപ്പോൾ ആ ഒരു 3 മാസം കൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിക്കോളാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദിക്കുന്നത്. മറിയ മോണ്ടിസോറി, താരാഭായ് മോദക്, എലിസബത്ത് ഹെർലോക്ക്, കാരൻ ഹോർണി. ആരായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? താരാഭായ് മോദക് ആണ് എന്ത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഇയറിൽ നടന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അത് ഓർക്കുക. താരാഭായ് മോദക് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ പറയുന്നവയിൽ ഗ്രീക്ക് കാലഘട്ടത്തിലെ ദാർശനികൻ അല്ലാത്തത് വ്യക്തി ഏത് എന്നാണ് ചോദിക്കുന്നത്. സോക്രട്ടീസ്, പെസ്റ്റലോസി, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ആരായിരിക്കാം? പെസ്റ്റലോസിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. മറിച്ച് സോക്രട്ടീസ് ആയാലും ഗ്രീക്ക് ദാർശനികനാണ്, ഏറ്റവും പഴക്കം ചെന്ന ദാർശനികനാണ്. അതുപോലെ തന്നെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ആരാണ്? ആ ഒരു ഗ്രീക്ക് ദാർശനികനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ പെസ്റ്റലോസിയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഓർത്തു പോവുക. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. ഏതാണ് ആ ദിനം എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓഗസ്റ്റ് 20, ഫെബ്രുവരി 28, ഡിസംബർ 4, ജനുവരി 12. ഏതായിരിക്കാം? ജനുവരി 12 ആണ്. അത് ഓർക്കുക, ജനുവരി 12 ആണ് എന്ത് ദേശീയ യുവജന ദിനം എന്ന് പറഞ്ഞാൽ. അത് എന്താണ് ജനുവരി 12 എന്ന് പറഞ്ഞാൽ? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അത് എന്നാണ്? ജനുവരി 12 ആണ്. അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. മിക്കവാറും തന്നെ ആ ഒരു ഏരിയയിൽ നിന്നുള്ള GK ക്വസ്റ്റ്യൻസുകൾ അടക്കം നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകുക. സ്വാമി വിവേകാനന്ദനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് നമ്മുടെ ആ ഒരു പ്രീ പ്രൈമറിയിൽ. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. കുട്ടികളും പ്രായപൂർത്തിയായവരിലും ഉത്തമമായിട്ടുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരലാണ് വിദ്യാഭ്യാസം. ഇത് പറഞ്ഞത് ആര് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ B ശ്രീ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ C ഗാന്ധിജി, ഓപ്ഷൻ D അരവിന്ദ ഘോഷ്. ഏതാണ്? കുട്ടികളിലും പ്രായപൂർത്തിയായവരിലും ഉത്തമമായുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരലാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം നിർവചിച്ചതാണ് ആരാണ്? ദാർശനികൻ ഗാന്ധിജിയാണ്. അത് ഓർക്കുക, ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആത്മസാക്ഷാത്കാരമാണെന്ന് ഓർക്കുക.
ആത്മസാക്ഷാത്കാരമാണ് എന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കായികാരോഗ്യം, നന്മ, വിവേകം, സാമൂഹിക ബോധം എന്നീ ഗുണങ്ങൾ വിളയിക്കുക എന്നതാകണം വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? പെസ്റ്റലോസി, ഫ്രോബൽ, റൂസോ, ജോൺ ലോക്ക്. ആരായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കായികാരോഗ്യം, നന്മ, വിവേകം, സാമൂഹിക ബോധം എന്നീ ഗുണങ്ങൾ വിളയിക്കുക എന്നതായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കാം? ജോൺ ലോക്ക് ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം, ജോൺ ലോക്ക്. അപ്പൊ ജോൺ ലോക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദാർശനികനാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഉത്തമശീലം വളർത്തിയെടുക്കുക, അല്ലെ? ഉത്തമശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എന്ത്? വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വേർഡ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ കുട്ടി എന്താണ്? വെള്ളക്കടലാസ് പോലെയാണ് എന്നാണ് പറയുന്നത്. വെള്ളക്കടലാസ് പോലെയാണ് ആ കുട്ടിയുടെ മനസ്സ് എന്നാണ് പറയുന്നത്. ഇനി അറിവുകളാണ് ആ കുട്ടിയിൽ എന്ത് ചെയ്യുന്നത്? ബിംബങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ ഫേമസ് ആയിട്ടുള്ള വേർഡാണ്. ഇനി അതുപോലെ തന്നെ നന്മ യാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യം. നന്മയാണ് അദ്ദേഹം എന്താണ്? നന്മ, വിവേകം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ആ ഒരു വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. നന്മ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് എന്ത്? നന്മ കൊണ്ടുള്ള വിവേകം, അതുകൊണ്ടൊക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. ഇനി അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വേർഡാണ് കുട്ടികൾ താല്പര്യം ഉണ്ടാകുമ്പോൾ മാത്രം പഠിപ്പിക്കുക. അതും അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വേർഡാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. ഓരോരോ സ്റ്റേറ്റ്മെന്റുകളും ഓരോ ഫിലോസഫേഴ്സും പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലോസഫിയിൽ വളരെ നല്ല മാർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് ദാർശനികരായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജി, അതുപോലെ വരുന്ന ജോൺ ലോക്ക്, കൊമീനിയസ്, പെസ്റ്റലോസി, റൂസോ, പ്ലേറ്റോ, ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് വിദ്യാഭ്യാസത്തിനെ പറ്റി പറഞ്ഞതെന്നും, അതുപോലെ തന്നെ ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികവാദം, യാഥാർത്ഥ്യവാദം തുടങ്ങിയ ആ ഒരു വിദ്യാഭ്യാസ ദാർശനിക ആ ഒരു ഇതൊക്കെ ദർശനങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. വളരെ നന്നായി തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ, പ്രീ പ്രൈമറി ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആ ഒരു കോഴ്സ് എടുക്കാത്തവരുണ്ട്, ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു.